ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കുന്നത് കിഴങ്ങ് കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും സവാളയും അതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കിഴങ്ങൊക്കെ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നപ്പോൾ ചട്ടി ചൂടാക്കി അതൊന്ന് കടുകൊക്കെ വറുത്ത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കറി റെഡിയാക്കി തന്നെയാണ് കുക്കറിലിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ വറവിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കിയാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പൂരി അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പൂരിയും കിഴങ്ങ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ മോൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗം കറിയൊക്കെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരു കിട്ടിയതാണ്. അതങ്ങനെ ഇവിടെയെങ്കിലും ചക്കയും ചക്കക്കുരു ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ട്യൂഷന് വന്ന ഒരു കൊച്ച് അവരുടെ ആരുടെയോ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്ന കഥ ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ചക്കക്കുരു അധികമായിട്ട് അവർക്ക് മതിയായി ഇരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ തരാമെന്ന് അവൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ മോള് കൊണ്ടുവന്ന ചക്കക്കുരുവാണ്. പിന്നെ അത് കുറച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ മാങ്ങയില്ല കേട്ടോ. അപ്പോൾ ചക്കക്കുരു കിട്ടിയപ്പോൾ മാങ്ങയില്ല. അപ്പോൾ പുളിമരത്തെ പോയി നോക്കിയപ്പോൾ കുറച്ച് ഇരുമ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇരുമ്പുളിയും ചക്കക്കുരും ചെമ്മീനും കൂടി ഇട്ടിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ മാങ്ങ ഇട്ട് ഈ ചക്കക്കുരു കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇരുമ്പുള്ളി ഇട്ട് കറി വയ്ക്കുകയാണെങ്കിൽ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ചക്കക്കുരു മാങ്ങയും വയ്ക്കുന്നതിനേക്കാളും ചക്കക്കുരു നന്നായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാവും ഈ ഇരുമ്പുള്ളി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പുളിയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചക്കക്കുരു കുക്കറിൽ വേവിച്ചിട്ടായിട്ടെ ഒരു വിസിലടിച്ചിട്ടുണ്ടായി. പിന്നെ ബാക്കി ഈ പുളി വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇരുമ്പുളിയും ചെമ്മീനും ചക്കക്കുരുവും കൂടി ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ പുളിയും ഉപ്പും അതൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് തിളച്ച് എല്ലാം പാകമായി കഴിഞ്ഞപ്പോഴാണ് അരപ്പ് ചേർത്ത് കൊടുത്തത്. അരപ്പ് വെറുതെ ഉള്ളി ചേർത്ത് അരച്ച് ഒഴിച്ചതാട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല അരപ്പിൽ. അങ്ങനെ നന്നായിട്ട് ഇനി അത് തിളച്ച് വരുമ്പോൾ താളിച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് കുറുകൽ എന്തോരം വേണോ ചാറിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇത് താളിച്ചൊഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇളക്കി കൂട്ടിയെടുക്കാറ്. അങ്ങനെ കറി റെഡിയായി. പിന്നെ ഇനി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ, സമയമില്ല. അപ്പോൾ ഉണക്കമീൻ ഇരിക്കാനുണ്ടായി. എന്നാൽ പിന്നെ അതും കൂടി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണക്ക മാന്തളാണ്. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. അങ്ങനെ ഉച്ചക്കത്തേക്ക് ഇതൊക്കെ ആക്കി വെച്ചിട്ട് നേരെ ആനിവേഴ്സറിക്ക് പോയിട്ടോ. അപ്പോൾ 11 മണിക്ക് ഈ മോനെ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്രയും ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ 11 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ നന്നായിട്ട് പോസ്റ്റായി പോയിട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോൾ അവൻ്റെ പരിപാടി തുടങ്ങും. അപ്പോൾ പിന്നെ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ, അവനെയും കൂടി കൂട്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണത് 1:30-ക്കായിരുന്നു. ഇവൻ്റെ പരിപാടി ആയപ്പോഴത്തേനും 3 മണിയായിട്ടുണ്ടായിട്ടോ. 3 മണി കഴിഞ്ഞു, 3:30 ഇവൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും. അന്നത്തെ ദിവസം എൻ്റെ പോയി കിട്ടി. ഞാൻ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഫുൾ പരിപാടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ഫോണിലാകെ ഉണ്ടായത് കുറേ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അതുകൊണ്ട് ഈ തവണ ഞാൻ പോയപ്പോൾ ഫോണേ കൊണ്ടുപോയില്ല കേട്ടോ. എനിക്കറിയാം അവിടെ നല്ല നല്ല പരിപാടികളാണ്, കാണുമ്പോൾ നമുക്ക് എന്തായാലും അത് വീഡിയോ എടുക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോകാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് പിന്നെ ഊണൊന്നും കഴിച്ചില്ല കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയെങ്കിലും ചോറൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബ്രോസ്റ്റഡ് ഞാൻ തേപ്പുപൊട്ടി, ഇവിടുത്തെ തേപ്പുപൊട്ടി കനമുള്ള തേപ്പുപൊട്ടി ഉണ്ടല്ലോ, വലിയ തേപ്പുപൊട്ടി, അതാണ്. അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തേക്കുമ്പോൾ ഇങ്ങനെ മെയിൻ സ്വിച്ചിൻ്റെ കട്ട ചാടുക കേട്ടോ. അപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടാണോ ഇനി മെയിൻ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ തേപ്പുപൊട്ടി വാങ്ങിയിട്ട് വന്നതാണ് മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമൊക്കെ തേക്കാനും പിന്നെ കനം കുറഞ്ഞ സാധനങ്ങളൊക്കെ തേക്കാനൊക്കെ ആയിട്ട്. മൊത്തത്തിൽ അതുകൊണ്ട് ഇനി യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ചെറിയ തേപ്പുപൊട്ടി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ
അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രോസ്റ്റഡിൻ്റെ കട ഉണ്ട്. അപ്പോൾ മോനും ഉണ്ടായി കൂടെ. അപ്പോൾ അവന് ബ്രോസ്റ്റഡ് വാങ്ങി കൊടുക്കാൻ പറഞ്ഞ് കുറച്ച് ദിവസമായി പറയല്ലോ തുടങ്ങിയിട്ട്. അവിടുന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ ബ്രോസ്റ്റഡും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം ചായക്ക് ബ്രോസ്റ്റഡൊക്കെ കൂട്ടി അവർ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ തന്നെ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. നല്ല വെയിലും ചൂടുമാണല്ലോ, അപ്പോൾ നനയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നേരത്തെ കാണിച്ചില്ലേ ഒരു ചീര പോലെ നിൽക്കുന്ന ചെടി, ആ ചെടിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വേറെ കളർ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊരു മജന്ത പിങ്ക് പോലത്തെ കളറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തണ്ട് ഞാൻ നോക്കുമ്പോൾ പച്ച കളറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പച്ച ടൈപ്പായിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ തണ്ട് മാത്രം മുറിച്ച് വേറൊരു പാത്രത്തിൽ നട്ട് വെച്ചിട്ടുണ്ട്. എന്താവും അറിയില്ല, പച്ച പോലെ ആയി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചെടികളൊക്കെ നനച്ചു. പിന്നെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.